ഉഷാറാണ്, നല്ല എഞ്ചിനും കാര്യങ്ങളും എല്ലാം കൂടെ ഉഷാറ്. 1,20,000 കൊടുക്കാം. 1,20,000 റുപ്യക്ക് 11 ലാസ്റ്റ് വണ്ടി ഇയോണ് കൊടുക്കാം. ആദ്യം പെണ്ണോക്ക് വണ്ടി കൊടുക്കും തീർച്ചയായിട്ടും. 4,15 4,30 4,15 റുപ്യ കൊടുക്കാം. 4,30,000 ചോദിച്ചാൽ 4,25,000 റുപ്യക്ക് വണ്ടി കൊടുക്കും. അതാ നമ്മളെ കാര്യമുണ്ട്. ആൾക്കാർ വന്നോണ്ടല്ലേ 7,000 റുപ്യ കൊടുക്കാം. 7,50,000 റുപ്യക്ക് 2011 വണ്ടി കൊടുക്കാം. 11 വാള് ഫോർച്യൂണർ 4x4 കൊടുക്കാം. കുറച്ച് കൊടുക്കും. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ലോൺ ഒരു 4 ലക്ഷം വരെ 2,60,000 2,60,000 റുപ്യ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൊടുക്കാം. ലോൺ മാക്സിമം 1,2 റുപ്യന്റെ ലോൺ കയറ്റി കൊടുക്കാം. 1,400 റുപ്യ കൊടുക്കാം. 1,25,000 റുപ്യക്ക് നല്ല അടിപൊളി പറഞ്ഞ ഡീസൽ വണ്ടി കൊടുക്കും. നീ കുറക്കും ചെയ്യാം. ലോണല്ലോ, ലോണൊന്നുമില്ല. റെഡി ആയിക്കൊണ്ട് 3,400 റുപ്യ കൊടുക്കാം. 3,25,000 റുപ്യക്ക് ഇന്നോവ കൊടുക്കാം. കൺവേർട്ട് ചെയ്ത്. അതെ, ഇനി ലോണൊക്കെ ആണെങ്കിലോ 2,00,000 റുപ്യ കൊടുക്കാം. 2,50,000 റുപ്യക്ക് സീഞ്ചിൽ പറഞ്ഞ പെട്രോളിന് കൊടുക്കും. കുറക്കും ചെയ്യും. എന്തെങ്കിലും നോക്കാം. ലോൺ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇത് നമുക്ക് 3,900 കൊടുക്കാം. 3,90,000 റുപ്യ ഡൗൺലോഡിന് ബാക്കി പൈസ ചെയ്യാം. എത്ര? 40,000 റുപ്യ മതി. വെറും 40,000 റുപ്യ. നമ്മളെ മൂന്നാമത്തെ എപ്പിസോഡില് നല്ല അടിപൊളി ഫോർച്യൂണർ ഒക്കെ ചെറിയ വില കൊടുക്കൂല. വലിയ XUV വണ്ടികളാണ്. ഫുൾ XUV ആണല്ലേ? മൂന്നാമത്തെ എപ്പിസോഡ് ഫുൾ അങ്ങനെയാണ്. അത് ഓഫ് റോഡ് കൊടുക്കും. ഓഫ് റോഡ് കോർക്ക എല്ലാ വണ്ടിയുണ്ട്. എല്ലാം ഉണ്ടല്ലേ? ജനങ്ങള് വന്നാ തെറ്റിപ്പോലെ. അത് നമ്മൾ ഗ്യാരണ്ടി തന്നില്ല. നമ്മളെ ലൊക്കേഷൻ പറ്റാണ് തിരൂരിന്റെയും താനൂരിന്റെ ഇടയിൽ വട്ടത്താണി തന്നത്. പ്രോപ്പർ ലൊക്കേഷൻ പറ്റും. ആൾക്കാർ വന്നാ വണ്ടി കൊടുക്കും. തിരൂരിന്ന് ട്രെയിൻ ഇറങ്ങാം, താനൂര് ട്രെയിൻ കിട്ടും. അപ്പൊ വിളിച്ചാൽ മതി, നമ്മൾ നമ്മൾ പിക്ക് ചെയ്യും. അതാ നമ്മളെ ഗ്യാരണ്ടി ആണ്. ഇനിയിപ്പോ അതല്ല, വന്ന് നോക്കി ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യലൊക്കെ കസ്റ്റമറെ ഡ്യൂട്ടിയാണ്. പാച്ചർക്ക് കാര്യങ്ങൾ പഴയ വണ്ടിയിൽ പാച്ചർക്ക് ഒക്കെ ഉണ്ടാവും. നോക്കിട്ട് എടുക്കാം. അതെ, നമ്മൾ പറയാനൊക്കെ പറഞ്ഞു തരും. അത് നമ്മളെ ഗ്യാരണ്ടി ആണ്. ഇനി ലൊക്കേഷൻ തന്നെ തിരൂർ താന്നൂർ റോഡിലെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെക്ക് ചെയ്യാം. അത് നമ്മളെ അതെ. ഇനിയിപ്പോ ഡെലിവറി ആണ് ആൾക്കാർ ഡെലിവറി ഒന്നും പ്രശ്നമില്ല. എവിടെ ആണെങ്കിലും നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. പിന്നെ ഫിനാൻസ് മാക്സിമം കിട്ടണം, അതും ചെയ്ത് കൊടുക്കാം. അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. അതെ, 7 സീറ്റ് വണ്ടികൾ കുറെ ഉണ്ട്. XUV ഉണ്ട്, സെഡാൻ ഉണ്ട്, ചെറുവണ്ടികളുണ്ട്, 4x4 ഉണ്ട്. കണ്ടമാരോട് സ്റ്റോക്ക് ഉണ്ടല്ലോ. ഓല് വന്ന തെറ്റി പോലെ ആ ഗ്യാരണ്ടി കൊടുക്കും. അപ്പൊ ഓരോ പരിചയപ്പെടാല്ലേ? നേരെ വീടിനൊക്കെ പോലെ നേരെ വീടി പോവാ. അതാണ്. അല്ല മുസ്തുക്ക, നമ്മളെ മൂന്നാമത്തെ എപ്പിസോഡിൽ നല്ല അടിപൊളി ഇയോണാണ്. ചെറിയ കായ്കൾ കൊടുക്കൂലേ? ചെറിയ കൊടുക്കാം. 1,00,000 കീപ്പർ കൊടുക്കാൻ. തീർച്ചയായിട്ടും. അതെ, എന്നാ മോളെന്ന് പറഞ്ഞാണ് ഇത് 2011 ലാസ്റ്റ് വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 10,60,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ആകെ 60,000 ഓടിയിട്ടുള്ളൂ. അതെ. 11 ലാസ്റ്റ് 12 മാസം വണ്ടിയില്ലേ? അതെ. ഇതേത് ഓപ്ഷൻ വരുന്നാല്? ഇത് ഡിലൈറ്റ് പ്ലസ് ഓപ്ഷൻ ആണ്. ഡിലൈറ്റ് പ്ലസ് ആണല്ലേ? അതെ. AC പാസ് ആണെങ്കിൽ 2 ഡോർ വിൻഡോ വരൂലേ? അതെ. എത്ര ഓടിയാണ്? 60,000 ഓടിയുള്ളൂ. ഓണർഷിപ്പ് എത്രയാണാവല്ലേ? ഓണർഷിപ്പ് 2-3 ഒക്കെ ആയിട്ടുണ്ടോ? പഴയ വണ്ടിയില്ലേ? നോക്കിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? അത്യാവശ്യം വൃത്തിയുള്ള സീറ്റ് കാര്യങ്ങള്, ഇന്റീരിയർ കാര്യങ്ങള് എല്ലാം ഉണ്ട്. എല്ലാം ഉഷാറാണല്ലേ? അടിപൊളി സീറ്റാറാണ് ഇത്. നല്ല സീറ്റ് കവർ, ആക്സിഡന്റ് ഒന്നും ചേട്ടാ ഒരു പരിപാടി ഇല്ല. അത് നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? അത് നമ്മള് ഗ്യാരണ്ടി ഉണ്ട്. ഇങ്ങോട്ട് വരി. ഇഞ്ചർ റൂമൊക്കെ കാണിച്ചു കൊടുക്കല്ലേ? അതെ. എല്ലാം കാണി സെറ്റ് ആക്കി കൊടുക്കാം. ടയറ് കാര്യങ്ങൾ അതുണ്ട്. 1,00,000 റുപ്യ ലോൺ ഇട്ട് കൊടുക്കാം. 1,00,000 ലോണും കയറ്റി കൊടുക്കാം. ഇഞ്ചിൻ വെക്കാനൊക്കെ ഉഷാറാണ്. നല്ല എഞ്ചിനും കാര്യങ്ങളും എല്ലാം കൂടെ ഉഷാറ്. 1,20,000 കൊടുക്കാം. 1,20,000 റുപ്യക്ക് 11 ലാസ്റ്റ് വണ്ടി ഇയോണ് കൊടുക്കാം. ആദ്യം പെണ്ണോക്ക് വണ്ടി കൊടുക്കും. തീർച്ചയായിട്ടും. അല്ലെ? പെട്രോൾ എത്ര മൈലേജ് കിട്ടും? എന്തായാലും ഒരു 17 മൈലേജ് കിട്ടും. നോക്കി നിൽക്കണ്ട, കണ്ടു നിൽക്കണ്ട, കൊണ്ടുപോയിക്കോ. അതാ ഗ്യാരണ്ടി ആണല്ലേ? നല്ല 10 മൈലേജ് വണ്ടിയില്ല. അതെ. അടുത്ത വണ്ടിയല്ല അടിപൊളി 4x4 ഫോർച്യൂണർ ആണ് നടക്കണ്ടല്ലേ? കിടിലം കിടക്കാച്ച വണ്ടിയില്ലേ? കുഴപ്പമില്ലാത്ത വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കാഴ്ചയില്ലേ? കേരള 55 തിരൂരാണല്ലേ? തിരുപ്പ നമ്പറായ വണ്ടിയാണ്. കേരള നമ്പറായ വണ്ടിയില്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വരുമല്ലേ? മോഡൽ എന്ന് പറഞ്ഞാണ്? മോഡൽ 2011 വണ്ടി. 11 മോഡല് ഫോർച്യൂണർ ആണ്. 4x4 ആണല്ലേ? എത്ര ഓടിക്കണെന്നാല്? ഇത് 140 160 ഓടിയാണ്. ആ ലെവലാണ് ഇപ്പൊ നിലവിൽ ഓടിയിട്ടുണ്ട്. അത് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. മീറ്റർ കാണാൻ നമ്മൾ പറയുള്ളൂ. ഷോറൂം സർവീസ് ഒക്കെ ഉള്ള വണ്ടി കേട്ടോ. ഷോറൂം സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇഷ്ടമുള്ള വണ്ടിയാണല്ലേ? 4x4 ആണ്, മാനുവൽ ആണല്ലേ? കിടല വണ്ടിയില്ല? ഇന്ത്യയുടെ ഭാഗം അതൊക്കെ ഉഷാറാണല്ലേ? 8 സീറ്റ് വണ്ടിയാണല്ലേ? എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അത് നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? റീപ്ലേസ് ഉണ്ടോ? മെയിൻ ക്ലാസ് മാത്രമേ ഉള്ളൂ. മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ. അങ്ങനെ വേറെ മേജർ കാര്യങ്ങളൊന്നും വിഷയമില്ല. പുതിയ കിറ്റ് കാര്യങ്ങളൊക്കെ ജെയറിന്റെ കിറ്റ് കാര്യങ്ങളൊക്കെ കയറ്റിട്ടുണ്ടല്ലോ.
നല്ല വൃത്തിയുള്ള വണ്ടി, കുഴപ്പമില്ലാത്തൊരു വണ്ടി. എന്നാ ചോദിക്കണ റേറ്റ് എന്ന് പറഞ്ഞാൽ 7,000 രൂപ കൊടുക്കാം നമുക്ക്. 7,50,000 2011 വണ്ടി കൊടുക്കാം. 11 മോഡൽ ഫോർച്യൂണർ 4x4 കൊടുക്കാം. അതെ കുറച്ചും കൊടുക്കും, എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ലോൺ കയറുമോ? ലോൺ ഒരു 4 ലക്ഷം വരെ ലോൺ കൊടുക്കാം. ലോൺ കയറും. എന്തായാലും 2-3 ലക്ഷം മുടക്കിന് വണ്ടി എടുക്കാം. അത് നമ്മൾ ഗ്യാരണ്ടി ഉണ്ട്. 10-12 മൈലേജ് ഉണ്ടാവും. അതേമാതിരി XUV500 ആണല്ലോ. XUV500 W10 മോഡലാണ്. W10 ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. അതെ, സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടിയാ. സൺറൂഫ് ഉണ്ട്, അഡീഷണൽ അലവില് കാര്യങ്ങൾ കേൾക്കണോ? കുറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട് ഈ വണ്ടിയിൽ. എല്ലാം ഉണ്ടല്ലോ അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടിയില. KL 29 4000 നമ്പർ ഉണ്ടല്ലേ? അതെ അതെ. എത്ര ഓടിക്കണെന്നാല് ഇതിനുള്ളിലൊക്കെ ഉൾഭാഗം കണ്ട വണ്ടി അപ്പം എടുക്കും. അതാണ് ടയറ് കാര്യങ്ങൾ എല്ലാം ഷെയറാണ്, എല്ലാം ഷെയറാണ്. ഇഞ്ചിന് അടിപൊളി. നല്ല രസമുള്ള സീറ്റ് കവർ, മേലെ സൺറൂഫ്, ആകാശം കണ്ടു പോവാം. കുട്ടികൾക്ക് തലട്ട് പോകല. ആ ഗ്യാരണ്ടിൽ എല്ലാ സെറ്റപ്പുകളും ഉണ്ടല്ലേ? ഏതല്ല അതിന്റെ ഒരു ഗിയറൊക്കെ ചെയ്താനും സെറ്റ് വണ്ടില്ല. 8-ക്കും 9-ക്കും പോകലേ സുഖമായിട്ട് പോവാ. നല്ല രസമുള്ള വണ്ടിയാ. അത് നല്ല അലവിയിൽ ചെയ്തിട്ടുണ്ട്. അതെ, ടയർ അത്യാവശ്യം നല്ല ടയറുണ്ട്, അലവിയിലുണ്ട്, എല്ലാം ഉണ്ടല്ലേ? സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എടുക്കുന്നതൊക്കെ എക്സ്ട്രാ പണികളൊന്നും എടുക്കണ്ട. അത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ. സൺറൂഫ് വണ്ടില്ല. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല് നമുക്ക് 1000 രൂപ ചോദിക്കുന്നേ. ഒരു 7,000 രൂപ വരെ ലോൺ കൊടുക്കണം. 7,50,000 7 ലക്ഷം ലോണും കയറും. 50,000 മുടക്കിൽ XUV500 കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യാം. കുറച്ചും കൊടുക്കാം. ലോണാണ് മാക്സിമം ലോണല്ലേ? അടുത്ത വണ്ടിയല്ല അടിപൊളി ഇന്നോവല ചെറിയ കൊടുക്കാൻ വേണ്ടി 2010 G4 10 മോഡലാണ്. G4 ആണല്ലേ? അത് റീവണ്ടിയാണ്. കേരള നമ്പറായ വണ്ടിയില്ലേ? മലപ്പുറത്തിന് നമ്പറായ വണ്ടിയാണ് G4 അല്ലേ? G4 എത്ര ഓടിക്കണെന്നാല്? ഇത് 160 ഓടിക്കുന്നത്. നമ്മുടെ ഇന്റർകൂളർ വണ്ടിയാണ്. ഇന്റർകൂളർ ആണ്, നമ്പർ ആയതാണ്. അതായത് നമുക്ക് 4,30 കൊടുക്കാം. 4,30,000 രൂപയ്ക്ക് നല്ല അടിപൊളി ഇന്നോവ കൊടുക്കാം അല്ലേ? അതെ അതെ. ഓണർഷിപ്പ് ഉണ്ടോ? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് നിലവിലുള്ള ഓണർഷിപ്പ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഓർമ്മയില്ല. അതെ, ഒക്കെ ചെക്ക് ചെയ്ത് ഒന്ന് നോക്കിട്ട് എടുക്കല. നല്ല അടിപൊളി ഇന്നോവ. സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ടയറ് കാര്യങ്ങൾ അതും ഉണ്ടല്ലോ അല്ലേ? അതെ. 7 സീറ്റ് വണ്ടില്ല. എല്ലാം കൊണ്ട് ഉഷാറ്. റീപ്ലേസ് ഉണ്ടോ? കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ലാതെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ? നമുക്ക് 4,15 4,30 രൂപ കൊടുക്കാം. 4,30,000 ചോദിച്ചാൽ 4,25,000 രൂപ വണ്ടി കൊടുക്കും. അതാ നമ്മളെ കാര്യം. ആൾക്കാർ വന്നോണ്ടല്ലേ? തീർച്ചയായിട്ടും. നീ ലോൺ കയറുമോ? ലോൺ നമുക്ക് മാക്സിമം നോക്കാം. ഒരു സൈറ്റിൽ 1 രൂപ 2 രൂപ കിട്ടുവാണെങ്കിൽ ലോൺ കയറ്റി കൊടുക്കാം. അത് നമ്മളെ കാര്യമില്ല. അതേ പറഞ്ഞ വീണ്ടും ഇന്നോവയാണല്ലോ. ഇത് 2008 വണ്ടി. 8 മോഡൽ ഇന്നോവയാണല്ലേ? ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത വണ്ടി. അതെ. KL 36 ആണല്ലേ? 6789 നമ്പറുണ്ട്. അതെ. ഇത് എത്ര ഓടിക്കണെന്നാല്? ഇത് നമുക്ക് 1.5 ലക്ഷത്തിന് മേലെ ഓടിയിട്ട് കിലോമീറ്റർ കറക്റ്റ് പറയുന്നത്. നമ്പറായ വണ്ടിയല്ലേ? 1.5 ലക്ഷത്തിന് മേലെ ഓടിക്കും. അത് കേരള വണ്ടി കേട്ടോ. ഒറിജിനൽ കേരളാണ്. അപ്പൊ ഹിസ്റ്റർ ഉണ്ടാവോ? ഉണ്ടാവും. ഹിസ്റ്റർ ഉള്ള വണ്ടിയാണല്ലേ? ചെക്ക് ചെയ്തിട്ട് നോക്കിട്ട് പറഞ്ഞു കൊടുക്കാം. സീറ്റൊക്കെ ക്രിസ്റ്റന്റെ സീറ്റാ ചെയ്തിട്ടുള്ളത്. ക്രിസ്റ്റന്റെ സീറ്റ് അടിപൊളിയായി ചെയ്തു. സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടില്ലേ? LCD കാര്യങ്ങൾ അതും ഉണ്ട്. എല്ലാം കൊണ്ട് ഷെയറല്ലേ? അതെ. എത്ര ഓടിയാണ്? 160 മേലെ ഓടിയുണ്ട്. എന്തായാലും ഓടിയുണ്ടാവും. ഒറിജിനൽ കേരള വണ്ടിയാണല്ലേ? ഫുള്ള് ഫിറ്റിംഗ്സ് ഉള്ള ബക്കറ്റ് സീറ്റ് കാര്യങ്ങള് ക്രിസ്റ്റൽ സീറ്റ് ചെയ്തോണ്ടില്ല. റീപ്ലേസ് ഉള്ളതാല് കാര്യമായിട്ടില്ല. ചെറിയ റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ. അതെ, ഓല് വരിക ചെക്ക് ചെയ്യാൻ നോക്കി ഉറപ്പായിട്ട് ഓല് എടുക്കുക. അതെ. അതാ നമ്മളെ കാര്യമില്ലേ? എത്ര വണ്ടി എടുക്കാം? 3,400 രൂപ കൊടുക്കാം. 3,25,000 രൂപയ്ക്ക് ഇന്നോവ കൊടുക്കാം. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത്. അതെ. ഇനി ലോണൊക്കെ ആണെങ്കിലോ? ലോൺ ആണെങ്കിൽ ഇതുപോലൊക്കെ പ്രയാസമാവും. ഒരു 1.5-2 ലക്ഷം രൂപ ലോൺ കയറ്റി കൊടുക്കാം. കിട്ടണ മാതിരി ചെയ്യൂ. സീറ്റ് ലോൺ കിട്ടുള്ളൂ. സീറ്റ് ലോൺ കയറുള്ളൂ അല്ലേ? അതേ മാർക്കാണ് ഇന്നോവ ക്രിസ്റ്റയാണല്ലോ. ക്രിസ്റ്റ 2016 വണ്ടി. 16 മോഡൽ ഇന്നോവ ക്രിസ്റ്റല. 10-12 ലക്ഷം രൂപ ലോൺ കൊടുക്കാം നമുക്ക്. 12 ലക്ഷം ലോണും കയറ്റി കൊടുക്കാം. ഓര് വന്നാൽ മാത്രം മതി. അതെ അതെ. ഇതേതാ ഓപ്ഷൻ പറ്റേ? G4 ആണ്. G4 ആണല്ലേ? നല്ല ക്വാളിറ്റി ഉണ്ട്. റീപ്ലേസ് ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. ഒരു പരിപാടി ചെല്ലല. എത്ര ഓടിക്കണേ? ഇതും 2 ലക്ഷത്തി ചില കിലോമീറ്റർ ഓടി. നിലവിൽ ഓടി ഉണ്ടാവും. ഇതൊക്കെ റീവണ്ടി ആണല്ലേ? അതെ അതെ. ഓണർഷിപ്പ് 12 കയറല്ലേ? ഓല് വന്ന് നോക്കിക്കോട്ടല്ലേ? ഒക്കെ ചെക്ക് ചെയ്തെടുക്കാം. അതെ, നല്ല വൃത്തിയുണ്ടല്ലേ? എത്ര 7 സീറ്റ് ഇന്നോവ ക്രിസ്റ്റ നമ്മൾ ചോദിക്കും? 12.75 കൊടുക്കാം. 12,75,000 ചോദിക്കണ്ടേ? ചെറിയ മോഡൽ കുറച്ചും കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ഇനി ലോണൊക്കെ ആണെങ്കിൽ 11-12 രൂപ ലോൺ കൊടുക്കാം. മാക്സിമം കയറും. അതെ അതെ. ഒരു എന്തായാലും 1.5 ആ ലെവലിൽ നമുക്ക് KL 48 85-94 നമ്പർ വരുന്നില്ലേ? 10-12-13 മൈലേജ് കിട്ടും എന്തായാലും കിട്ടും. അതേ മാർക്ക് തന്നെ ഒരു ഓൾഡ് ഷേപ്പ് പറഞ്ഞുള്ള ചെറിയ കഴിഞ്ഞ വണ്ടി വേറെ നമുക്ക് 2000
പിന്നെ 7-8 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 7-8 രജിസ്ട്രേഷനുള്ള വർണ്ണയാണ്. നല്ല വണ്ടിയാണ്, നല്ല എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്, നല്ല വൃത്തിലുണ്ടല്ലേ. കോഴിക്കോട് രജിസ്ട്രേഷൻ ഉണ്ടല്ല. 1,400,000 രൂപ കൊടുക്കാം. വെറും 1,4 ലക്ഷം രൂപയ്ക്ക് വർണ്ണ കൊടുക്കും. ഡീസൽ ഒരു 10-18 മൈലേജ് കിട്ടുന്നുണ്ട്. മൈലേജ് കിട്ടും. അതൊക്കെ എന്റെ ഉണ്ടല്ലേ. എത്ര ഓട്ടം പറയേണ്ടത്? 1,28 ഓടിയാണ്. 1,20,000 അവിടെ നിലവിൽ ഓടിക്കോളൂ. നല്ല ബോഡി ഷേപ്പിലുണ്ടല്ല. ഡീസൽ ആയതുകൊണ്ട് മൈലേജ് ഉണ്ടാവും. നല്ല അത്യാവശ്യം വൃത്തിയുണ്ട്, എഞ്ചിനൊക്കെ സ്മൂത്താ. LCD കാര്യങ്ങൾ അതും ചെയ്തു അല്ലേ. എല്ലാം കൂടി ഷുവറല്ലേ. എടുക്കുന്നതൊക്കെ എക്സ്ട്രാ പണികളൊന്നും എടുക്കണ്ടല്ലേ. കാര്യമായിട്ട് പ്രശ്നമൊന്നും ചെയ്യല്ലേ. എണ്ണടിച്ച പോലെ ചെക്കന്മാർക്കും ഉണ്ടാകാം, വലിയവർക്കും ഉണ്ടാകാം, പണക്കാർക്കും ഉണ്ടാകാം അല്ലേ. എത്ര ആയിക്കണ്ടാണ്? 1,400,000 രൂപ കൊടുക്കാം. 1,25,000 രൂപയ്ക്ക് നല്ല അടിപൊളി പറഞ്ഞ ഡീസൽ വണ്ടി കൊടുക്കും. ഇനി കുറക്കും ചെയ്യാം. ലോണല്ലോ, ലോണൊന്നുമില്ല, റെഡി ആയിക്കോട്ടെ. നല്ല മൈലേജിലുണ്ടല്ലേ. അതേ മാർക്കന്നെ വീണ്ടും പറഞ്ഞല്ലോ വർണ്ണ ഫ്ലൂഡിക് ആണല്ലേ. CNG ഉള്ള വണ്ടിയാ. CNG ഉണ്ടോ? അതെ. RC മാറിയതാ? RC CNG ഉണ്ട്. RC CNG മാറിയ ഫ്ലൂഡിക് പറഞ്ഞാണല്ലേ. പെട്രോൾ കേട്ടോ, നല്ല പെട്രോൾ വണ്ടി ആണല്ലേ. ലക്ഷറിന്റെ അങ്ങേറ്റല്ലേ. അതെ. എത്ര ഓടികള്? ഇത് 1-ന് താഴെ ഓടിയിട്ടുള്ളൂ. 1-ന് താഴെ മാത്രം ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്രയാണോ? 3 ഓണർഷിപ്പ് നിലവിലുള്ളത്. റീപ്ലേസ് ഉണ്ടോ? കാര്യമായിട്ടില്ല, മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ക്ലാസ് മാത്രല്ല, വേറെ മേജർ കാര്യങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. അത് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ. CNG കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. RC മാറിയതാണല്ലേ. അങ്ങനൊക്കെ ആണെങ്കിൽ എത്രയാണ് ഈ വർണ്ണക്ക് നമ്മള് ഫ്ലൂഡിക്ക്? 2,00,000 രൂപ കൊടുക്കാം. 2,50,000 രൂപയ്ക്ക് CNG ഉള്ള വർണ്ണ പെട്രോളിന് കൊടുക്കും. കുറക്കും ചെയ്യും. എന്തെങ്കിലും നോക്കാം. ലോൺ കയറുമ്പോ ലോൺ ചിലപ്പോ 1,00,000 1,50,000 കയറും. കിട്ടുന്ന പോലെ നമ്മളെ 1,00,000 ലോൺ കയറ്റി കൊടുക്കും. വന്ന് കണ്ട് ഓടിച്ച വണ്ടി എടുക്കും. അതാ നമ്മളെ കാര്യം. എന്നാ പറക്കേണ്ട ഹോണ്ട സിറ്റി ആണല്ലോ ഇത്. ഹോണ്ട സിറ്റി 2015 നല്ല വണ്ടിയാ. 15 മോഡൽ ഹോണ്ട സിറ്റി. സെക്കൻഡ് ഓണർഷിപ്പ്, കറക്റ്റ് സർവീസ്, സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. ഓട്ടോമാറ്റിക് കിട്ടോ? ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള അല്ലേ? അതെ. കേരള 55 തിരൂരാണല്ലേ. നല്ല വൃത്തിലുണ്ടല്ലേ. അതെ. എത്ര ഓടികളെ? ഇത് 1,41 കറക്റ്റ് സർവീസ് ഉണ്ട്. എല്ലാ 10,000-ലും 8,000-ലും സർവീസ് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററിൽ ഉണ്ടല്ലേ. എടുക്കുന്നതൊക്കെ കണ്ണിഞ്ഞും എടുക്കാം, ധൈര്യത്തിൽ എടുക്കാം. എല്ലാ ഹിസ്റ്ററിയും ഫോണിലുണ്ട്, അയച്ചു കൊടുക്കാം. പിന്നെ ഇന്ത്യയിലെ ഹിസ്റ്ററിയിലൊക്കെ വൃത്തിയുള്ള വണ്ടി. എല്ലാം കൊണ്ട് ഷോറല്ല, ധൈര്യത്തിൽ കൊടുക്കാം. ആൾക്കാർ വന്നു കഴിഞ്ഞാലേ തെറ്റിപ്പോല. അതെ നമ്മളെ നല്ല വണ്ടി, നല്ല വണ്ടി. ബാക്കിലും മുമ്പിലൊക്കെ AC ആണല്ലേ. ഫുള്ള് പക്കാക്ക വണ്ടില്ലേ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 5,900 കൊടുക്കാം. 5,90,000 രൂപയ്ക്ക് ഹോണ്ട സിറ്റി മാനുവൽ നമുക്ക് കൊടുക്കാം. മാനുവൽ ഓട്ടോമാറ്റിക് അല്ല, ഓട്ടോമാറ്റിക് കൊടുക്കാം. കേരള വണ്ടി, ഒറിജിനൽ കേരള. ഇനി വന്നാ വർക്കും ചെയ്യും. നോക്കാം. ലോണൊക്കെ ആണെങ്കിലോ? ലോൺ നമുക്ക് ഒരു 5 ലക്ഷം വരെ ലോൺ കൊടുക്കാം. ലോൺ കയറും. ഒരു 10,000 കൊടുക്കാം. ലോൺ കിട്ടുന്നില്ല. പ്രൊഫൈൽ എന്നായി മാക്സിമം ലോൺ ആണല്ലോ. അത് നമ്മൾ പറയണ്ടേ. അതേ മാർക്കാണ് SS4 ആണല്ലോ. SS4 2011 ZDI പ്ലസ് ഡീസലിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഒരു 10-18 മൈലേജ് കിട്ടുന്ന വണ്ടിയാ. മൈലേജ് ഉണ്ടല്ലേ. ലക്ഷറി ലുക്കിൽ ഇങ്ങനെ പോവും ചെയ്യാം. കാണാൻ ചൊറുക്കുള്ള ഇമ്പിൾ ഉണ്ടല്ലേ. എന്നാ കിലോമീറ്റർ വരാളൊക്കെ? കിലോമീറ്റർ 1,23 ഓടിയാണ്. 1,23,000 കിലോമീറ്റർ നിലവിൽ ഓടിക്കൊടുക്കും. ZDI പ്ലസ് കേട്ടോ. ഓണർഷിപ്പ് ഉണ്ടോ? റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ലല്ലേ. അത് നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതെ. വേറെ പണി പേടി കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. എല്ലാം കൊണ്ട് ഷെയറല്ലേ. കുഴപ്പമില്ലാത്തൊരു വണ്ടി. അതെ. എന്നാ അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഈ SS4 ചോദിക്കണം? നമുക്ക് 1,90,000 കൊടുക്കാം. പുതിയ പേപ്പർ ഇട്ടോ, 5 വർഷം പേപ്പർ എടുത്തിട്ട് 1,90,000 രൂപയ്ക്ക് SS4 മാർജിനൽ കൊടുക്കും. സെഡാ വണ്ടി കൊടുക്കും. ഡീസലിന്റെ പെരും മൈലേജിൽ ഉണ്ടല്ല. അതെ. ഇനി ആൾക്കാരുടെ ഡെലിവറി ഉണ്ടോ? എവിടെ വേണമെങ്കിൽ കൊടുക്കാം. ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും. കേരളത്തിൽ എവിടെയും കൊടുക്കും. ലോകത്തും കൊടുക്കൂലേ. ഇപ്പൊ ഡൽഹിക്കൊന്നും പോകാൻ പറ്റൂല. അതാണ്. എന്നാ അടുത്തുണ്ടല്ലോ അടിപൊളി ടയോട്ടന്റെ ഇത്യോസാണ് ഗോൾഡൻ. ഇത് നമുക്ക് 2,60,000 കൊടുക്കാം. 2012 12 മോളിൽ 2,60,000 രൂപയ്ക്ക് ഗോൾഡൻ കളർ ഇത്യോസ് കൊടുക്കാം അല്ലേ. കേരള നമ്പറേ വണ്ടില്ലേ. നല്ല വൃത്തിലുണ്ടല്ലേ. ഇതേത് ഓപ്ഷൻ വരുന്നത്? ഇത് GD AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ. എയർ ബാഗ് വരോ? എയർ ബാഗ് ഉണ്ടാവില്ല. ഇല്ലല്ലേ. GD SP ആകുമ്പോഴാണ് എയർ ബാഗ് വരുള്ളൂ. അതെ. എന്തായാലും ഉഷാർ വണ്ടില്ലേ. കുഴപ്പമില്ലാത്ത വേറെ കാര്യങ്ങളെല്ലാം ഉഷാറാണ്. സീറ്റ് കാര്യങ്ങള് എല്ലാം കൊണ്ട് ഉഷാറല്ലേ. ഡീസൽ അത്യാവശ്യം മൈലേജ് വരുന്ന ഒരു വണ്ടിയാണ്. മൈലേജ് ഉണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോ കംപ്ലൈന്റ് അങ്ങനെ വരുമല്ലേ. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യമില്ലാത്ത വണ്ടിയാണ്. അതെ. കൂളിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഉള്ളിൽ കയറി ഇറ്റ് റൂം അല്ലേ. കൂളിംഗ് ചെയ്തോണ്ട്. അതുണ്ട്. എത്ര വൈകണ്ടേ? 2,60,000. 2,60,000 രൂപ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൊടുക്കാം. ലോൺ മാക്സിമം 1,50,000 രൂപ ലോൺ കയറ്റി കൊടുക്കാം. അതേ മാർക്കാണ് അടിപൊളി ലീവ് ആണല്ലോ. ലീവ് 2015 പെട്രോള്, സിംഗിൾ ഓണർ, 1,60,000 കിലോമീറ്റർ ഓടിക്കും. സിംഗിൾ ഓണർഷിപ്പ് 1,05,000 ഓടിക്കുന്നുണ്ട്. അതും പെട്രോൾ ലീവ് ആണല്ലേ. KL 18 20 77 നമ്പർ 2077 വരെ ഉണ്ടാവും വണ്ടി. ബാക്ക് വൈപ്പർ ഒക്കെ ഉള്ള വണ്ടി എല്ലാം ഉണ്ട്. അപ്പൊ ഓപ്ഷൻ അതാ.
വി ഓപ്ഷൻ വി ആണ് അല്ലേ? പെട്രോൾ അങ്ങനെ വരും അല്ലേ? ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വരുള്ളൂ അല്ലേ? ആ ഇതുമ്മ റീപ്ലേസ് ഉണ്ടെന്നാല് ഇതിമ റീപ്ലേസ് ഇല്ല, ഒരു മാഞ്ഞാളില്ല അല്ലേ? അത് നമ്മള് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എല്ലാ ഓപ്ഷൻസും എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടല്ലോ അല്ലേ? എത്ര ഓടിച്ചാലും എണ്ണ അടിച്ചാൽ മതി, വേറെ കംപ്ലൈന്റ് വരില്ല. വണ്ടി അങ്ങനെ ഉണ്ടല്ലോ. പുതിയ ടയറാട്ടോ. അതെ, കടുമ്പത്തിന്റെ ടയർ 4 എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇത് നമുക്ക് 3,900 കൊടുക്കാം. 3,900,000 ഡൗൺലോഡിന് ബാക്കി പൈസ ചെയ്യാം. എത്ര? 40,000 മതി. വെറും 40,000 കൊടുക്കല്ലേ? വെറും 40,000 ലീവ് എടുക്കല്ലേ? അതും ഗ്യാരണ്ടിയില് സിംഗിൾ ഓണർഷിപ്പിലെ അത്രയും ഗ്യാരണ്ടിയിലെ നല്ല വണ്ടി. അതെ, അതേ പറഞ്ഞ അടിപൊളി അൾട്ടീസ് ഉണ്ടല്ലോ, ഫുൾ ബ്ലാക്ക് വണ്ടി. കൊറോള അൾട്ടീസ് പെട്രോള് ഓട്ടോമാറ്റിക് അൾട്ടീസ് ആണ്. അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല. കൊറോള ആണല്ലേ? എത്ര മോഡലാണ്? 2004 4 മോഡലാണല്ലേ? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലായിട്ടുള്ളൂ. എത്ര പേപ്പർ ഉണ്ട്? ഇത് 2029 പേപ്പർ. നിലവില് പേപ്പർ കാര്യങ്ങളൊക്കെ റെഡി ആണല്ലേ? നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങള് ഒക്കെ ഉഷാറാണല്ലേ? ഓ ഏതാ വണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടി എന്തായാലും കൊടുക്കാം. അത്രയും കാര്യമാണല്ലേ? അലവില് കാര്യങ്ങൾ അതുണ്ട്, ടയറും ഉണ്ട്, എല്ലാം കൊണ്ട് ഉഷാറുള്ള വണ്ടി അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല, ഒരു മാഞ്ഞാളും ഇല്ല. അത് നമ്മള് ഗ്യാരണ്ടി പറയാം. എത്രയാണ് ഈ അൾട്ടീസിന് ചോദിക്കണ്ടേ? 85 1,85,000 അൾട്ടീസ് കൊടുക്കും. കൊറോള കൊടുക്കും, കുറച്ചും കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ലോൺ കയറില്ലല്ലോ? ലോണൊന്നും കയറില്ല, പ്രയാസമാണ്. പഴയ വണ്ടിയാകുമ്പോൾ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ്. എടുക്കുന്നവർക്ക് പണികളൊന്നും ഉണ്ടാവില്ല, എണ്ണ ചോദ്യം മാത്രം മതില്ലേ? അതാണ് മനസ്സിലപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ചെറുകിട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.